സേവ്യർ ചുരുങ്ങിയ വാക്കുകളിൽ അയാളുടെ മനസ്സിലുള്ളത് പറഞ്ഞു. വല്യപ്പച്ച, എന്നോടിങ്ങനെ അകൽച്ച കാണിക്കല്ലേ. എനിക്കത് സഹിക്കാവുന്നതിൽ അപ്പുറമാണ്. എന്നോട് ക്ഷമിച്ചു എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ജോയൽ അപേക്ഷിക്കും പോലെ പറഞ്ഞു. പറഞ്ഞല്ലോ ജോയിച്ച, എനിക്ക് ആരോടും ദേഷ്യമില്ല, പരിഭവമില്ല. നീ പോകാൻ നോക്ക്, എനിക്കൊന്ന് കിടക്കണം. അവനോട് പറയുന്നതിനോടൊപ്പം തന്നെ അയാൾ ബെഡിലേക്ക് കിടന്നു. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ ജോയൽ സേവ്യറിനെ ഒരിക്കൽ കൂടി നോക്കിയ ശേഷം റൂമിന് പുറത്തേക്ക് ഇറങ്ങി. അവൻ വരുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ കൃഷ്ണ വേഗം ചുവരിൻ്റെ മറവിലേക്ക് പതുങ്ങി. സേവ്യറിൻ്റെ വാക്കുകളിൽ മനം നൊന്ത് പരിസരം നോക്കാതെ നടന്നതുകൊണ്ട് തന്നെ അവൻ കൃഷ്ണയെ കണ്ടതുമില്ല. അവൻ പോയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം കൃഷ്ണ ചുവരിൻ്റെ മറവിൽ നിന്ന് പുറത്തേക്ക് വന്ന് സേവ്യറിൻ്റെ റൂമിനുള്ളിൽ കയറി. റൂമിൽ ആളനക്കം കേട്ടുകൊണ്ട് സേവ്യർ കണ്ണു തുറന്ന് മുന്നിലേക്ക് നോക്കി. അയാളെ നോക്കി പരിഭ്രമിച്ചു നിൽക്കുന്ന കൃഷ്ണയെ കണ്ട് സേവ്യർ ബെഡിൽ നിന്ന് എഴുന്നേറ്റ്. കൊച്ചെന്താ അവിടെ നിന്ന് കളഞ്ഞത്? അങ്ങ് അടുത്തേക്ക് വാ. ബെഡിൽ എഴുന്നേറ്റിരുന്ന് ഹെഡ്ബോർഡിലേക്ക് ചാരിക്കൊണ്ട് സേവ്യർ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. അയാൾ പുഞ്ചിരിക്കുന്നത് കണ്ട് ചെറിയ ആശ്വാസത്തോടെ കൃഷ്ണ അയാൾക്കടുത്തേക്ക് ചെന്നു. എന്നതാ, പേടിയാണോ എന്നെ? അടുത്തേക്ക് വന്നിട്ട് മിണ്ടാതെ തൻ്റെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുന്ന കൃഷ്ണയെ കണ്ട് അയാൾ പരിഭവത്തോടെ ചോദിച്ചു. അല്ല വല്യപ്പച്ച. എന്നാ പിന്നെ മടിക്കാതെ ഇവിടെ ഇരിക്കുക. എന്നിട്ട് വന്ന കാര്യം ധൈര്യമായി പറഞ്ഞോ. അവളുടെ മറുപടിക്ക് ഒരു ചിരിയോടെ തന്നെ സേവ്യർ പറഞ്ഞു. കൃഷ്ണ അയാൾക്കടുത്ത് ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് അയാളെ സങ്കടത്തോടെ നോക്കി. എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ വല്യപ്പച്ച? ഞാൻ കാരണം വല്യപ്പച്ചൻ്റെ ആഗ്രഹം നടക്കാതെ പോയില്ലേ? ലിയോണയെയും ജോയെയും ഒന്നിപ്പിക്കാൻ വല്യപ്പച്ചൻ ആഗ്രഹിച്ചിരുന്നില്ലേ? അതിനിടയിൽ ഞാൻ വന്നതുകൊണ്ടല്ലേ അത് നടക്കാതെ പോയത്? ചോദിക്കുന്നതിനോടൊപ്പം കൃഷ്ണയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എനിക്ക് നിന്നോട് ദേഷ്യവുമില്ല. ആ വിവാഹം നടക്കാതെ പോയതിൽ വിഷമവുമില്ല. കാരണം ഞാനും ആഗ്രഹിച്ചിരുന്നില്ല അവരെ തമ്മിൽ ഒത്തുചേർക്കാൻ. സേവ്യർ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ കൃഷ്ണ അയാളെ സംശയത്തോടെ നോക്കി. ഇങ്ങനെ മേഴിച്ചു നോക്കണ്ട. ജോയിച്ചൻ നിന്നെ മിന്നുകെട്ടിയ കാര്യം എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അവൻ്റെ വായിൽ നിന്ന് സത്യം പുറത്തു വരുമോ എന്നറിയാൻ വേണ്ടിയായിരുന്നു ഞാൻ ലിയയുടെ കാര്യം പറഞ്ഞത്. അല്ലാതെ അവളെ കൊണ്ട് എൻ്റെ ചെക്കനെ കെട്ടിക്കാനുള്ള മോഹം കൊണ്ടൊന്നുമല്ല. സേവ്യർ പുച്ഛത്തോടെ ചുണ്ടുകൊട്ടി. ഇതൊക്കെ എങ്ങനെയാ വല്യപ്പച്ചനറിയാ? ഞാനാണ് അവൻ്റെ ഭാര്യ എന്നറിഞ്ഞിട്ടും എന്താ ജോയെ വല്യപ്പച്ചൻ എതിർക്കാനേ? കൃഷ്ണ ഞെട്ടലോടെ ചോദിച്ചു. ഞാൻ എന്തിനെതിർക്കണം? അവൻ്റെ പെണ്ണായി ഒരാൾ എന്നായാലും ഈ പടി കയറി വരും. അപ്പോൾ പിന്നെ അത് നീയായാൽ എന്നതാ പ്രശ്നം? സേവ്യർ ഭാവഭേദമില്ലാതെ ചോദിച്ചു. ഞാൻ മാണിക്കശ്ശേരിയിലെ ആണെന്ന് അറിയില്ലായിരുന്നോ? കൃഷ്ണ അയാളെ ചൂഴ്ന്നു നോക്കി. അറിയാമായിരുന്നു. അതുകൊണ്ടല്ലേ എതിർക്കാതിരുന്നത്? സേവ്യർ കൃഷ്ണയെ നോക്കി ചിരിച്ചു. അതെന്താ? വല്യപ്പച്ചൻ്റെ ശത്രുവിൻ്റെ കൊച്ചുമകളല്ലേ ഞാൻ? നീ എനിക്ക് മുന്നിൽ അഭിനയിക്കേണ്ട കിച്ചു. ഞാനും ചേരനും തമ്മിലുള്ള ശത്രുതയുടെ രഹസ്യം നിനക്ക് നന്നായി അറിയാമെന്ന് എനിക്ക് മറ്റാരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ശേഖരനത് മറ്റാരോടും പറഞ്ഞില്ലെങ്കിലും നിന്നോട് പറയും. അതെനിക്കുറപ്പാ. നീ അത് മനസ്സിൽ വെച്ച് ഇങ്ങനെ വീർപ്പ് മുട്ടേണ്ട. പിന്നെ ഈ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യവും സേവ്യറിന് പകൽ പോലെ വ്യക്തമാണ്. അതുപോലെ തന്നെ മാണിക്കശ്ശേരിയിലേതും. കണ്ടുപിടിച്ചു അല്ലേ? സേവ്യർ പറഞ്ഞു തീർന്നതും കൃഷ്ണ ഒരു പുഞ്ചിരിയോടെ ചോദിച്ചുകൊണ്ട് അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അയാളുടെ കൈകളും അവളെ ചേർത്ത് പിടിച്ചു, തികഞ്ഞ വാത്സല്യത്തോടെ. ഇനി തിരുവാ തുറക്കാനുള്ളത് എൻ്റെ പൊന്നുമോൻ ജോൺ സേവ്യർ മാത്രമാണ്. അവന് മാണിക്കശ്ശേരിയുമായുള്ള ബന്ധം എനിക്കറിയില്ലെന്ന ആ പൊട്ടൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുപോലെ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൻ കുടുങ്ങും എന്ന് കരുതി നടക്കുക നിന്റെ കെട്ടിയോനും. സേവ്യർ കൃഷ്ണയുടെ തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. ജോപ്പിന് പേടിയാ വല്യപ്പച്ച. സത്യം അറിയുമ്പോൾ വല്യപ്പച്ചൻ ചീത്ത പറയും എന്ന് കരുതിയ പാവമെല്ലാം ഉള്ളിൽ കൊണ്ട് നടക്കുന്നത്. എനിക്കും ഏട്ടനും വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ ജോപ്പൻ. വല്യപ്പച്ചന് മുന്നിൽ മനസ്സ് തുറക്കുമ്പോൾ അകറ്റിയേക്കല്ലേ എൻ്റെ ജോപ്പനെ. ആ പാവത്തിന് അത് താങ്ങാൻ കഴിയില്ല. കൃഷ്ണയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അങ്ങനെ അങ്ങ് കളയോടി ഞാൻ എൻ്റെ മോനെ. സേവ്യർ അവളെ കൂടുതൽ മുറുകെ ചേർത്ത് പിടിച്ചു. ഓഹോ, എല്ലാവരെയും കയ്യിലെടുത്തതുപോലെ നീ എൻ്റെ അപ്പനെയും കയ്യിലെടുത്തു അല്ലേടി നാശം പിടിച്ചവളെ. പുറത്തുനിന്ന് പാഞ്ഞു വന്ന് സേവ്യറിൻ്റെ കയ്യിൽ നിന്ന് കൃഷ്ണയെ വലിച്ചു മാറ്റിക്കൊണ്ട് ജാൻസി അലറി. അവരുടെ അലർച്ചയിൽ ഞെട്ടിക്കൊണ്ട് കൃഷ്ണ രണ്ടടി പിന്നിലേക്ക് മാറി. ജാൻസി! ജാൻസി! ദേഷ്യത്തിൽ വിളിച്ചുകൊണ്ട് സേവ്യർ ബെഡിൽ നിന്നും എഴുന്നേറ്റു. അപ്പച്ചൻ മിണ്ടാതിരിക്ക്. ഇവളെല്ലാവരെയും കയ്യിലാക്കി എടുത്തിട്ട് എൻ്റെ മോളെ എല്ലാവരുടെയും ശത്രുവാക്കാനാണ് ശ്രമിക്കുന്നത്. ജാൻസി ദേഷ്യം കൊണ്ട് വിറച്ചു. അവർ പറയുന്നത് കേട്ട് നിന്നതല്ലാതെ കൃഷ്ണ അപ്പോഴും ഒന്നും മിണ്ടിയില്ല. ജാൻസി, നിന്റെ മകളെ എല്ലാവരും ശത്രുവായി കാണുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവൾ മാത്രമാണ്. അല്ലാതെ ഇവളോ ഇവിടെയുള്ളവർ മറ്റുള്ളവരെ അല്ല. സേവ്യർ ദേഷ്യത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് കൃഷ്ണയ്ക്ക് അടുത്തേക്ക് നടന്നു. വല്ലതും പറ്റിയോ മോളെ? സേവ്യർ അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു. ഇല്ല വല്യപ്പച്ച, എനിക്കൊന്നുമില്ല. കൃഷ്ണ അയാളെ നോക്കി പുഞ്ചിരിച്ചു. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അപ്പച്ച. നിങ്ങളെല്ലാവരും കൂടിയാ എൻ്റെ മോൾക്ക് ആശ കൊടുത്തത്. ജോയിച്ചൻ അവളുടെ കഴുത്തിൽ മിന്നു കെട്ടുന്നത് എൻ്റെ കുഞ്ഞ് സ്വപ്നം കണ്ടുപോയി.
അതിനൊരു പരിഹാരം കാണാതെ ആരും ഇവിടെ സന്തോഷമായി കരുതാം എന്ന് കരുതണ്ട. സേവ്യറിനോടും കൃഷ്ണയോടും ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ജാൻസി കലിതുള്ളി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മോൾ ഇതൊന്നും കാര്യമാക്കേണ്ട, അവൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, സേവ്യർ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു. അങ്ങനെയല്ല വല്യപ്പച്ച, ജാൻസി ആന്റി പറയുന്നതിൽ കാര്യമുണ്ട്. ലിയോയുടെ കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കിയേ മതിയാകൂ. വല്യപ്പച്ചന് അറിയാൻ വഴിയില്ലാത്ത ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട്. ഞാനതിപ്പോൾ പറയുന്നില്ല, പക്ഷേ പറയും. അന്ന് വല്യപ്പച്ചൻ വേണം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ. ആർക്കും ദോഷമുള്ള കാര്യമൊന്നുമല്ല, ലേശം ഗുണമുള്ള കാര്യമാണ്. കൃഷ്ണയുടെ കുറുമ്പോടെയുള്ള സംസാരം കേട്ട് സേവ്യർ അവളെ കണ്ണുകൾ ചുരുക്കി സംശയത്തോടെ നോക്കി. എന്ത് കുറുമ്പാടി കാന്താരി നീ ഒപ്പിച്ചത്? സേവ്യർ അവളെ ചൂഴ്ന്നു നോക്കി. ഞാനല്ല, വല്യപ്പച്ചൻ്റെ കൊച്ചുമക്കൾ ഒരാളാ ഒപ്പിച്ചത്. പക്ഷേ അതിവിടെ ആർക്കും അറിയില്ല കേട്ടോ. എനിക്കും അറിയില്ലായിരുന്നു, പക്ഷേ ഞാൻ കണ്ടുപിടിച്ചു. കൃഷ്ണ വീണ്ടും കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് സേവ്യറിന്റെ നരച്ച താടി പിടിച്ചു വലിച്ചു. നീ എന്ത് കാര്യമാ ഈ വാലും തുമ്പും ഇല്ലാതെ പറയുന്നത്? മനുഷ്യന് മനസ്സിലാകുന്നത് പോലെ പറയൂ. സേവ്യർ അവളുടെ തലയിലൊന്ന് കൊട്ടി. അതൊക്കെ വയസ്സന്മാർക്ക് മനസ്സിലാകില്ല കാരണവരെ. ബുദ്ധിയുള്ള എന്നെ പോലത്തെ കൊച്ചു പിള്ളേർക്കേ മനസ്സിലാകൂ. വല്യപ്പച്ചൻ്റെ കൊച്ചുമക്കളിൽ ഒരാൾ മനസ്സിൽ സ്വപ്നങ്ങളുടെ ഒരു വലിയ കൊട്ടാരം കെട്ടിവെച്ചിട്ടുണ്ട്. പക്ഷേ അത് പുറത്ത് കാണിക്കുകയോ വാ തുറന്ന് വല്ലതും പറയുകയോ ചെയ്യില്ല. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി എല്ലാം ഉള്ളിലൊതുക്കും. പക്ഷേ ഈ കൃഷ്ണ അതെല്ലാം കണ്ടുപിടിക്കും. അയാളുടെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുക്കുകയും ചെയ്യും. എല്ലാം അറിയുമ്പോൾ വല്യപ്പച്ചൻ കൂടെ നിന്ന് തന്നാൽ മതി. അങ്ങനെ സംഭവിച്ചാൽ വല്യപ്പച്ചൻ്റെ ആഗ്രഹം പോലെ നമുക്ക് ഈ വീടൊരു സ്വർഗമാക്കാം. കൃഷ്ണ പറഞ്ഞു നിർത്തി സേവ്യറിനെ പ്രതീക്ഷയോടെ നോക്കി. ഈ വീടിന് ഇവിടെയുള്ളവർക്കും ദോഷം വരുന്നതൊന്നും നീ ചെയ്യില്ലെന്നറിയാം. അതുകൊണ്ട് നിനക്കൊപ്പം എല്ലാത്തിനും ഈ വല്യപ്പച്ചനുണ്ടാകും. അവളുടെ വലതു കൈ പിടിച്ചുയർത്തി അതിലേക്ക് തൻ്റെ കരം ചേർത്തുകൊണ്ട് സേവ്യർ അവൾക്ക് വാക്ക് കൊടുത്തു. എന്താടി, കുറെ നേരമായല്ലോ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. എന്തോ അന്താരാഷ്ട്ര കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നീ എന്നെ കളിയാക്കുവാണോ? കൃഷ്ണയെ റൂമിൽ വിളിച്ചുകൊണ്ട് വന്ന് ഇരുത്തിയിട്ട് എന്തോ വലിയ കാര്യം ആലോചനയിലാണ് ജെസ്സി. അത് കണ്ട് പല്ല് കടിച്ചുകൊണ്ട് കൃഷ്ണ ജെസ്സിയോട് ദേഷ്യപ്പെട്ടു. ചൂടാവാതെ കിച്ചു, ഞാൻ പറയാൻ പോകുന്ന കാര്യം നിനക്കത്ര സന്തോഷം തരുന്നതാവില്ല. നിന്റെ ഈ അവസ്ഥയിൽ അത് പറയണോ വേണ്ടയോ എന്ന് ഓർത്തതാ ഞാൻ. ജെസ്സി ഉള്ളിലുള്ള ഭയം അവളോട് പറഞ്ഞു. നീ ഇനി പറയാൻ പോകുന്നത് എന്തായാലും അതെന്നെ ഒരു തരത്തിലും ബാധിക്കില്ല ജെസ്സി. നിന്റെ ഇച്ഛായൻ എനിക്ക് തന്നത്ര വേദന മറ്റൊരു കാര്യത്തിലും ആരും എനിക്ക് തരില്ല. എൻ്റെ കുഞ്ഞും ഇപ്പോൾ എല്ലാത്തിനോടും പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. അമ്മയുടെ വേദന കുഞ്ഞിന് മനസ്സിലാകാതെ ഇരിക്കില്ലല്ലോ. കൃഷ്ണ നിറഞ്ഞ കണ്ണുകൾ ജെസ്സി കാണാതിരിക്കാൻ തല താഴ്ത്തി പിടിച്ചു. കിച്ചു, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. ഇപ്പോൾ എല്ലാം ശരിയായി വരികയല്ലേ. ഇച്ഛായൻ്റെ തെറ്റ് മനസ്സിലാക്കിയില്ലേ. പിന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങളോർത്ത് നീ ഇനിയും എന്തിനാ ഇങ്ങനെ വേദനിക്കുന്നത്? ജെസ്സി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. കാശിയേട്ടനാണ് നിന്നോടിങ്ങനെ ചെയ്തതെങ്കിൽ നിനക്കത് സഹിക്കാനും ക്ഷമിക്കാനും കഴിയുമോ ജെസ്സി? കൃഷ്ണയുടെ ചോദ്യത്തിന് ജെസ്സിക്ക് ഉത്തരം മുട്ടി. അവൾ കൊടുക്കാൻ മറുപടിയില്ലാത്തതുപോലെ ജെസ്സി തല താഴ്ത്തി. അത് വിട് ജെസ്സി, നീ പറയാൻ വന്ന കാര്യം എന്താണെങ്കിലും പറയും, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ജെസ്സിയുടെ മുഖം മങ്ങിയത് കണ്ടുകൊണ്ട് തന്നെ കൃഷ്ണ ആ വിഷയത്തിൽ നിന്ന് വഴുതി മാറി. അത് കിച്ചു, ലിയ, അവളെ നീ സൂക്ഷിക്കണം. അവൾ മനസ്സിൽ എന്തോ കണക്ക് കൂട്ടിയിട്ടുണ്ട്. അത് നിന്നെ അപകടപ്പെടുത്താനാണോ എന്ന് എനിക്കൊരു സംശയം. ജെസ്സിയുടെ മുഖത്ത് പെട്ടെന്ന് ഗൗരവം നിറഞ്ഞതുപോലെ കൃഷ്ണയ്ക്ക് തോന്നി. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കുക ജെസ്സി. അവൾ അത്രയ്ക്ക് അപകടകാരി ഒന്നുമല്ല. ജോയെ അവളിൽ നിന്ന് ഞാൻ തട്ടിയെടുത്തു എന്നൊരു തോന്നലുണ്ട് ആ കുട്ടിക്ക്. അതിൻ്റെ ദേഷ്യമാണ് അവൾക്ക് എന്നോട്. അല്ലാതെ എന്നെ കൊല്ലാൻ മാത്രമുള്ള പകയൊന്നും അവൾക്ക് എന്നോടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൃഷ്ണ ജെസ്സിയെ എതിർത്തുകൊണ്ട് ഉറപ്പോടെ പറഞ്ഞു. അല്ല കിച്ചു, ഞാൻ പറയുന്നതിൻ്റെ സീരിയസ്നെസ് നീയൊന്ന് മനസ്സിലാക്ക്. അവൾ നീ വിചാരിക്കുന്നത് പോലെ നിസ്സാരക്കാരിയല്ല. അവളും റയാനും തമ്മിൽ തെറ്റായ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഞാൻ കണ്ടതാ അവർ ഒരുമിച്ച് ടൗണിൽ കറങ്ങുന്നത്. അവൻ്റെ ചതിയിൽ പെട്ടുപോയിരിക്കുക ലിയ. ജെസ്സി പറഞ്ഞത് കേട്ട് കൃഷ്ണ ഞെട്ടലോടെ അവളെ നോക്കി. നീ എന്താ ജെസ്സി പറയുന്നത്? റയാനെ ലിയയ്ക്ക് എങ്ങനെ അറിയാം? അവനുമായി അവൾക്കെന്ത് ബന്ധം? കൃഷ്ണ വിശ്വസിക്കാൻ കഴിയാതെ ചോദിച്ചു. അവർ തമ്മിൽ എങ്ങനെയാണ് പരിചയമെന്ന് എനിക്കറിയില്ല. പക്ഷേ റയാനും ലിയയും തമ്മിൽ ശരിയായ ബന്ധമല്ല. നിന്നെയും ജോയിച്ചനെയും തമ്മിൽ പിരിക്കാൻ ലിയയെ തൊടുത്തുവിടുന്നത് റയാനാണ്. അതെനിക്ക് 100% ഉറപ്പാണ്. പിന്നെ ജോബിച്ചായനെ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതും റയാനാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കിച്ചു. ജെസ്സി തൻ്റെ ഉള്ളിലുള്ള സംശയം കൃഷ്ണയോട് അവതരിപ്പിച്ചു. അത് സംശയമല്ല ജെസ്സി, സത്യമാണ്. ജോബിച്ചായനെ തെറ്റിദ്ധരിപ്പിച്ചത് റയാൻ തന്നെയാണ്. കൃഷ്ണ അന്ന് മാണിക്കശ്ശേരി മനയിൽ റയാൻ വന്നതും അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും ജോൺ വന്ന് രക്ഷിച്ചതുമെല്ലാം ജെസ്സിയെ അറിയിച്ചു. കിച്ചു, എന്നിട്ട് നീ ഇതൊന്നും ആരോടും പറയാതിരുന്നത് എന്താ? ജോയിച്ചായൻ ഇതറിഞ്ഞോ? ജെസ്സി പകപ്പോടെ ചോദിച്ചു. ഇല്ല, ഞാനും ജോപ്പനുമല്ലാതെ ആരും ഇതറിഞ്ഞിട്ടില്ല. കാശിയേട്ടനെ പോലും അറിയിച്ചിട്ടില്ല ഞാൻ. അത് വലിയ പ്രശ്നമാകും ജെസ്സി. ഇപ്പോൾ ഇതെല്ലാവരും അറിഞ്ഞ റയാന് പിന്നിൽ നിന്ന് എനിക്കെതിരെ കരുക്കൾ നീക്കുന്നവരെ കണ്ടെത്താൻ നമുക്ക് കഴിയില്ല. കൃഷ്ണ ആലോചനയോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. കിച്ചു, നീ എന്തൊക്കെയായി പറയുന്നത്? റയാനല്ലാതെ മറ്റാരാണ് നിന്നെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നത്?
ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കിച്ചു. കൃഷ്ണയെ തനിക്ക് നേരെ പിടിച്ചു നിർത്തിക്കൊണ്ട് ജെസ്സി പേടിയോടെ ചോദിച്ചു. എനിക്കറിയില്ല ജെസ്സി. കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് എനിക്ക് പിന്നിൽ റയാനല്ലാതെ മറ്റാരോ ഉണ്ടെന്ന്. നിനക്ക് ഓർമ്മയില്ലേ അന്നെന്നെ ജനറേറ്റർ റൂമിൽ ആരോ കൂട്ടിയിട്ടത്? അതൊരിക്കലും റയാനല്ല ജെസ്സി. അത് സോനയായിരുന്നു. അന്ന് സോനയെ ആരും അറിയാതെ ചോദ്യം ചെയ്തതും അവൾ പറഞ്ഞ കാര്യങ്ങളും കൃഷ്ണ ജെസ്സിയെ ധരിപ്പിച്ചു. സോനയോ? നീ ഈ കാര്യങ്ങളൊക്കെ എന്താ അന്ന് പറയാതിരുന്നത്? ജെസ്സി കൃഷ്ണയെ ദേഷ്യത്തോടെ നോക്കി. എനിക്ക് സംശയമായിരുന്നു ജെസ്സി. അന്ന് അവൾ പറഞ്ഞത് മുഴുവൻ നുണയാണെന്ന് എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. അവളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത് മറ്റാരോ ആണ്. നമുക്കറിയുന്ന നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ. അതാരാണെന്ന് കണ്ടുപിടിക്കണം. അന്ന് ഞാൻ അത് ആരോടും പറയാതിരുന്നത് പിന്നീടൊരു ആക്രമണം എനിക്ക് നേരെ ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടിയായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്ന് ഇതുവരെ ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് പല സംശയങ്ങളുമുണ്ട്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആക്സിഡൻ്റ് ഉൾപ്പെടെ പലതും ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായി എനിക്ക് മുന്നിൽ നിൽക്കുകയാണ്. അതിനൊരു ഉത്തരം എനിക്ക് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിരിക്കും കൃഷ്ണ. അതിനെനിക്ക് നിന്റെ സഹായം വേണം ജെസ്സി. ആദ്യം ലിയയിൽ നിന്ന് തന്നെ തുടങ്ങാം. പറഞ്ഞു നിർത്തി കൃഷ്ണ പ്രതീക്ഷയോടെ ജെസ്സിയെ നോക്കി. അങ്ങനെ ഒരു സംശയം നിനക്കുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിലും ഈ ജെസ്സി നിനക്കൊപ്പം ഉണ്ടാവും. പിറകിൽ നിന്ന് കളിക്കുന്ന ആ വില്ലൻ ആരായാലും നമുക്ക് കണ്ടെത്തണം. ജെസ്സി ഗൂഢമായി ചിരിച്ചുകൊണ്ട് കൃഷ്ണയെ നോക്കി. അവളിലും അതേ പുഞ്ചിരി അപ്പോഴേക്കും സ്ഥാനം പിടിച്ചിരുന്നു. ലിയ. അവളെ ഈ കുടുക്കിൽ നിന്ന് നമുക്ക് രക്ഷിക്കണം കിച്ചു. ലിയ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ജാൻസി ആൻറ്റിയുടെയും പോൾസൺ അങ്കിളിൻ്റെയും കുതന്ത്രത്തിൽപ്പെട്ടാണ് അവൾ ആദ്യം ഞങ്ങളിൽ നിന്ന് അകന്നത്. ഇപ്പോൾ റയാൻ്റെയും. അവർ പറയുന്നതൊക്കെയാണ് ജീവിതമെന്നും അതിൻ്റെ പേരിൽ അവൾ ചെയ്യുന്നതൊക്കെ ശരിയെന്നും അവൾ വിശ്വസിക്കുന്നു. ആ തെറ്റിദ്ധാരണ മാറ്റി അവളെ പഴയ ലിയയാക്കി മാറ്റണം നമുക്ക്. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത്. ജെസ്സി ആലോചനയോടെ പറഞ്ഞുകൊണ്ട് കൃഷ്ണയെ നോക്കി. ഈ ആഴ്ചയല്ലേ കളരിക്ക തറവാട്ടിൽ എന്തോ ഫംഗ്ഷൻ ഉള്ളത്? പോൾസൺ അങ്കിളിൻ്റെ അനിയൻ്റെ മകളുടെ കല്യാണമല്ലേ? കൃഷ്ണ സംശയത്തോടെ ജെസ്സിയെ നോക്കി. അതെ, വരുന്ന ശനിയാഴ്ച. നീ വരുന്നുണ്ടോ? നിന്നെ ഒറ്റയ്ക്കാക്കി പോകാൻ കഴിയില്ലെന്ന് മമ്മി പറയുന്നുണ്ടായിരുന്നു. ജെസ്സി പുഞ്ചിരിയോടെ പറഞ്ഞു. ഞാനില്ല ജെസ്സി. ഒരു രാത്രിയിലത്തെ കാര്യമല്ലേ. ജോലിക്ക് നിൽക്കുന്ന ഡെയ്സി ചേച്ചി ഉണ്ടാകുമല്ലോ ഇവിടെ. ഞാൻ ചേച്ചിക്കൊപ്പം നിന്നോളാം. മമ്മിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മമ്മി സമ്മതിച്ചു. കൃഷ്ണ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു. എല്ലാം നിന്റെ ഇഷ്ടം പോലെ. ഈ കാര്യത്തിൽ നിന്നെ ഞാൻ നിർബന്ധിക്കില്ല. പ്രത്യേകിച്ച് കളരിക്കലെ കാര്യമായതുകൊണ്ട് ജെസ്സിയും അവളോട് യോജിച്ചു. ഞാനിപ്പോൾ ഈ കാര്യം പറഞ്ഞത് വേറൊന്നിനുമല്ല ജെസ്സി. കളരിക്കലെത്തിയാലും എപ്പോഴും ലിയോയുടെ മേലെ ഒരു കണ്ണ് വേണം നിനക്ക്. അവിടേക്ക് റയാൻ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കൃഷ്ണ ഒരു മുൻകരുതൽ എന്നോണം പറഞ്ഞുകൊണ്ട് ജെസ്സിയെ നോക്കി. അത് ഞാൻ ഏറ്റുകിച്ചു. ഇനി ഒരു നീക്കം അവളിൽ നിന്നുണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം. അവളിലൂടെ റയാനരികിൽ എത്താൻ നമുക്ക് വേഗത്തിൽ സാധിക്കും. അവിടെ നിന്നും ആ മറഞ്ഞിരിക്കുന്ന ശത്രുവിലേക്കും. ജെസ്സിയുടെ ചുണ്ടുകൾ പുച്ഛം നിറഞ്ഞു.